നമ്മുടെ നാട്ടിൽ ധാരാളം റോദാമാരുണ്ട്. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പട്ടിണിയായിട്ടുള്ള ഒട്ടിയ വയറുമായിട്ട് അവരിരുന്ന് പ്രാർത്ഥിച്ചോളൂ. ഞാൻ പറയാണ്, ഇത് യൂറോപ്പിലോ അമേരിക്കയിലോ ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ ഒരാളെ കിട്ടില്ല, ഒരാളെയും കിട്ടില്ല രാവും പകലിരുന്ന് പ്രാർത്ഥിക്കാൻ അവിടെ. എന്നാൽ നമ്മുടെ നാട്ടിൽ അനേകം റോദാമാരുണ്ടെന്നുള്ളതാണ് എൻ്റെ കണ്ടുപിടുത്തം. സാധാരണ ദരിദ്രരായ അമ്മമാരും അപ്പന്മാരും. ആ ദാരിദ്ര്യം വേണം, ആ സമർപ്പണം വേണം. വേറെ ഒന്നും നോക്കാണ്ട് വാവിട്ട് കരഞ്ഞ് കർത്താവിനെ വിളിക്കാൻ കഴിവുള്ള ആൾക്കാർ, അങ്ങനെയുള്ള റോദയാണ് അവിടെ കാര്യം നടത്തിയത്. അവിടെ വലിയ പ്രവാചകരോ വലിയ അച്ഛന്മാരോ വലിയ തിയോളജിയൻസോ വലിയ വിദ്യാസമ്പന്നരായ ആരും അവിടെ ഒന്നും ചെയ്തില്ല. വെറും വേലക്കാരി ആയ റോദ. ഇത് വലിയ ഒരു സത്യമാണ്. ഇത് ഞാൻ മനസ്സിലാക്കി. നമ്മുടെ ഗ്രൂപ്പിൽ അങ്ങനെ ഒരുപാട് റോദമാരുണ്ട്. ഇതാണ് സഭയുടെ മറ്റൊരു ശക്തി. അപ്പം പുതിയ നിയമത്തിലെ അപ്പസ്തോല പ്രവർത്തനത്തിലെ അതിശക്തമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ തരംഗമാണിത്. ഇത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ അവസ്ഥയാണ്. നമ്മളെപ്പോലെയുള്ളവർ സാധാരണ ആൾക്കാരുടെ പ്രാർത്ഥന മാർപ്പാപ്പയ്ക്ക് ആവശ്യമുണ്ട്, മെത്രാന്മാർക്ക് ആവശ്യമുണ്ട്, വൈദികർക്ക് ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ അവരെ ചങ്ങലകളിൽ നിന്ന് വിമുക്തരായി സുവിശേഷത്തിനെതിരായി നിൽക്കുന്ന ഇരുമ്പ് കവാടങ്ങൾ തുറക്കണം. ഇരുമ്പ് കവാടം താനെ തുറന്നോ ഇല്ലയോ? ഇരുമ്പ് കവാടം താനെ തുറന്നോ? എന്തുകൊണ്ട്? വെറും റോദാമാർ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തൻ്റെ ദൂതനെ അയച്ചു. നമുക്കൊന്ന് സ്വരം ഉയർത്തി എഴുന്നേറ്റ് നിന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ ബലി അർപ്പണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഭാരതം മുഴുവനും സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നതിന് തടസ്സമുള്ള എല്ലാ ഇരുമ്പ് ചങ്ങലകളും പൊട്ടട്ടെ, എല്ലാ ഇരുമ്പ് കവാടങ്ങളും തുറക്കട്ടെ. ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന പ്രേക്ഷകരുണ്ടാകട്ടെ. ഓ പരിശുദ്ധാത്മാവേ, മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും മെത്രാനച്ചന്മാർക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും സഭ ഒന്നടങ്കം ഉണ്ടാകുന്നതിന് റോദാമാരുണ്ടാകട്ടെ, റോദാമാരുണ്ടാകട്ടെ. അവരുടെ പ്രാർത്ഥനയിലൂടെ ഇരുമ്പ് ചങ്ങലകൾ പൊട്ടട്ടെ, ഇരുമ്പ് കവാടങ്ങൾ തുറക്കട്ടെ, സുവിശേഷം പരക്കട്ടെ. ലബ്ബ ലബ്ബ ലബ്ബ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശലബല ഹലബല ഹലബല ഹലബല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷമായോ? ഇന്ന് കുർബാനയിൽ നമ്മൾ ഈ മേഖലയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ വരം, കുർബാന മുഴുവനും മധ്യസ്ഥ പ്രാർത്ഥനയാണ്. കർത്താവായ യേശുവാണ് ഏക മധ്യസ്ഥൻ. ഈ ഏക മധ്യസ്ഥൻ തൻ്റെ ജീവൻ അർപ്പിച്ച പ്രാർത്ഥനയാണ് കുർബാന. ആ ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം.